guys, It's me Devika. it's me Badra and you guys are watching us on our YouTube channel Devika. Badra Vlogs. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഓല, നമ്മുടെ സാധാ ഓല എങ്ങനെയാണ് നമ്മൾ ചൂലൊഴിയാൻ വേണ്ടിയിട്ട് റെഡിയാക്കാന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓലയിൽ ഇങ്ങനെ ഗുരുതാ പറയാനെ വെട്ടിയിടും. ഇങ്ങനെ ഓരേ എന്താ പറയുക ഓലകളായിട്ട് ഇങ്ങനെ വെട്ടിയിടും. അല്ലല്ലേ, ഇതിങ്ങനെ വെട്ടിയിടും. ആ കുഞ്ചു ഭാഗം നമ്മൾ എടുക്കില്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ എടുക്കും. കണ്ട കുഞ്ചൊന്നും ഇങ്ങനെ വെട്ടിക്കളയും. എന്നിട്ട് ഇതേ സെയിം പ്രോസസ്സ് തിരിച്ചു പിടിച്ചിട്ട് ചെയ്യും. കണ്ടില്ലേ, തിരിച്ചു പിടിച്ചിട്ട് ഇതേപോലെ തന്നെ അങ്ങനെ വെട്ടിക്കളയും. വെട്ടിക്കളയല്ല, വെട്ടി ഇടും. അപ്പോ നമ്മുടെ ഓലയിന്ന് നമ്മള് ഓലയൊക്കെ മാറ്റി നമ്മൾ ചൂല് ഉഴിയാൻ എടുക്കാത്ത ബാക്കി വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഓലയുടെ തുമ്പ് ഭാഗവും അതുപോലെ ഓല വെട്ടിയിട്ട് അതിന്റെ ഓലമടലുമാണ് ഇവിടെ കിടക്കുന്നത്, കടഭാഗം. ആൻഡ് ഇനി ചൂലൊഴിയാനായിട്ടുള്ള ഓലകളാണ് ഇത് ഇവിടെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെട്ടിയ സംഭവങ്ങൾ ഇങ്ങനെ ഓരോരോ കെട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ കിടക്കുന്നതിനും കൂടി ഇതുപോലെ അമ്മ അടക്കി ഒരു കെട്ടിന്റെ സംഭവം ആക്കും. കണ്ടില്ലേ, ഈ കിടക്കുന്ന സംഭവങ്ങളും നമ്മൾ അതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കും കേട്ടോ. ഒരു കെട്ടായി കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ എല്ലാ ഓലകളും കൂടിയിട്ട് ഒന്ന് കെട്ടിവെക്കും. കണ്ടില്ലേ, നല്ല ഓല കൊണ്ട് തന്നെ നമ്മളങ്ങനെ കെട്ടിവെക്കും കേട്ടോ. കണ്ടില്ലേ, അപ്പോ സംഭവം അടിപൊളിയായിട്ടില്ലേ. അതുപോലെ ഇനി ഇപ്പുറത്തേക്ക് നമ്മള് ബാക്കി ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതും ഇതുപോലെ ഒരു കെട്ടാക്കിട്ട് വെക്കും. ഇതേ അങ്ങനെ 2 കെട്ട് ഓലയും നമ്മളിവിടെ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ ഓലൊക്കെ ഇങ്ങനെ കെട്ടുകളാക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് ഇന്ന് അച്ഛമ്മയും അപ്പർ സൈഡിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മയും ഇരുന്ന് എന്താ പറയാ നമ്മുടെ ഓലയിൽ നിന്ന് നമ്മുടെ ഈർക്കിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അതന്നെ ചൂലൊഴിയ, അതന്നെ ആ സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് അമ്മ എന്താ പറയാ ചൂലൊഴിയുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മളെ കാണിച്ചില്ലേ, കണ്ടില്ലേ. ഈ കണ്ണതാണ് ഉഴിഞ്ഞു വെച്ചിട്ടുള്ള ഈർക്കിലി. ഇപ്പുറത്തെ ഭാഗത്തെ അമ്മ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയുടെ ഇടയിൽ ഞാൻ
നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കുഞ്ഞി സംഭവങ്ങൾ കാണിച്ചു തരാം. പച്ചക്കറികളൊക്കെ ഇത് നമുക്കെല്ലാവർക്കും അറിയാൻ വഴുതിരിങ്ങ ഉണ്ടല്ലേ, വഴുതിരിങ്ങയുണ്ട്. ഇത് ബാക്കിലുണ്ട്, ഇതുപോലെ തന്നെ ഫ്രണ്ടിലുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് കൂർക്ക. ഇത് മുളക്. ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട്, അത് കാരണം ഇതിൽ വളരെ കുറവേ കാണുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ ഫ്രണ്ടിലത്തെ വഴുതിരിങ്ങ. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ടുള്ള സംഭവമാണ് മത്തങ്ങ. ഇവിടെ ഒരെണ്ണമുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതൊരെണ്ണം. അവിടെ ഒരെണ്ണുണ്ട്, കാണാടാ എടുക്കുന്നു അടിയിൽ കണ്ടോ. ഇതാണ് വേറെ. അങ്ങനെ 4 ഓല കൊണ്ടല്ലോണ്ട് പറഞ്ഞ നേരം കൊണ്ട് എന്നെ. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്തോക്കി കൂടെ വീട്ടില് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും. പിന്നെ ആർക്കും ചെയ്ത് പഠിക്കണം, നിങ്ങളൊക്കെ ചെയ്യണത്. അതിനാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അത് വീട്ടിൽ വലിയ ആവശ്യമൊന്നുമില്ല, മിറ്റടിക്കാനൊക്കെ വേണം. കനുള്ള ഇർക്കിളിന് ചൂല്, മിറ്റടിക്കാനുള്ള ചൂലിനാണിത്. നല്ല കട്ടിയുള്ള ഇർക്കിളി, കട്ടിയുള്ള ഇർക്കിളി. ഒന്ന് കാണിച്ചു കൊടുത്ത ഒരെണ്ണെടുത്തിട്ട്. നല്ല വണ്ണമുള്ള ഇർക്കിളിയ, കണ്ട കണ്ടില്ലേ, നല്ല കട്ടി ഇർക്കിളി. ഇനി അച്ഛമ്മ ഞാൻ പറയട്ടെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഇർക്കിളിയുടെ കളർ ഇങ്ങനെയല്ലേ? ഇതൊരു ബ്രൗൺ കളർ ആയിട്ടല്ലേ ഇരിക്കുക നമ്മൾ അടിക്കണ ചൂലിന്റെ ഒക്കെ? വെയിലത്തിട്ടിഞ്ഞൊന്ന് ഉണക്കണം, എന്നാലും അതിന് നല്ല ഉറപ്പൊക്കെ കിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ കൊണ്ടുവയ്ക്കരുത്. പച്ച വെയിലത്ത് 2 ദിവസം ഒന്ന് തുഞ്ച് വരെ കെട്ടണം അല്ലേ? അല്ലെങ്കിൽ വളയോ? അപ്പൊ തുഞ്ച് വരെ കെട്ടുക, വെയിലത്ത് വെക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. തന്നെ ഇനി നമുക്ക് ഓലൊക്കെ വെച്ചുണ്ടാക്കുന്ന കുറച്ച് പണ്ടത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന സംഭവമാണ് എന്താണമ്മേ? ഓലപ്പന്ത്. ഓലപ്പന്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓലപ്പന്ത് എല്ലാ ഭാഗത്തും തിരിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ കമന്റ്സും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.